ഗുഡ് മോർണിംഗ്. ഈ വരുന്ന ആളിനെ മനസ്സിലായോ? ഇതാണ് വീണ. എലന്തൂക്കാരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആളെന്തിനാണ് നമ്മുടെ ഓഫീസ് വന്നെന്നുള്ള കാര്യം അറിയണ്ടേ? പറഞ്ഞു തരാം. അങ്ങനെ കുഞ്ചിയമ്മ തന്റെ സ്ഥിരം വഴിയായ ജനലിൽ കൂടെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി ആവശ്യം കഥ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് വെയിറ്റിംഗ്. 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെയൊക്കെ തന്നെ അല്ലേ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, പഴം, പപ്പടം, പിന്നെ 2 മുട്ട, കൂട്ടത്തിൽ കുറച്ച് ഷുഗർ. ആവശ്യമില്ലാത്ത വേലകൾ കാണിക്കരുത്. കരയോഗത്തിൽ നിന്ന് എനിക്ക് വേറെ വിഷയങ്ങൾ വരും. കളിച്ച കളിയായത്. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് ഇറങ്ങി. എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. ആ മോളിൽ കാണുന്ന സൂത്രം ചെയ്തിട്ട് പോണേ. പലരും ചെയ്യുന്നില്ല കേട്ടോ. ഇഞ്ച് മാറിട്ടാ അളിയാണ് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പയ്യൻ റോഡിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഓഫീസിലെത്തിയിട്ടേ രാവിലത്തെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണേ. പതിവ് ഗ്രീൻ ടീ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഗ്രീൻ ടീ കൊണ്ടുവന്ന ആള് പല്ലുവേദന വന്നതും പല്ലെടുത്ത കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുമ്പഴ വരെ പോയപ്പോ അവിടുന്ന് റോയലിൽ കയറിയിട്ട് ഒരു കുമ്പളപ്പം മേടിച്ച് കഴിച്ചു കേട്ടോ. ഇനി പറഞ്ഞു വന്ന കാര്യം, ഈ വരുന്ന ആളാണ് എലന്തൂർക്കാരി വീണ. ആളി കഴിഞ്ഞിടയ്ക്കാണ് കേട്ടോ 100K ഫോളോവേഴ്സ് അടിച്ചത്. ചില ആളുകളുടെ കണ്ണിൽ കാണുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ജോബ് ഒന്നും അല്ല കേട്ടോ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഡെഡിക്കേഷനും പാഷനും ടൈമും ഒക്കെ 100% കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. വീണയെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ശരിക്കും പുള്ളിക്കാരിയെ പരിചയപ്പെട്ടത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഫീൽ ലൈക്ക് എ ബ്രദർ. സോഷ്യൽ മീഡിയയിൽ എനിക്കുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങൾ പുള്ളിക്കാരത്തെ പറഞ്ഞു തന്നു കേട്ടോ. ഇനി ഒരുപാട് ഉയരങ്ങൾ എത്താൻ പുള്ളിക്കാരത്തേക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അതുപോലെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ആളാണ് എലന്തൂർക്കാരി. അങ്ങനെ വൈകുന്നേരത്തെ നമ്മുടെ ഗ്രീൻ ടീ ഒക്കെ എത്തിയിട്ടുണ്ട്. ഒരു സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് വെള്ളിച്ചൻ കാപ്പി കുടിക്കുന്നത്. എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? ഒരു തിരിയിട്ട ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാൻ ഓരോ നടരാജ വിഗ്രഹങ്ങൾ. കൈ കിട്ടിയൊരു ഫോണ് അപ്പൊ തന്നെ റിവ്യൂ ചെയ്യുന്നതാണ് നിങ്ങളെ കാണുന്നത്. വേറെ ആരുമല്ല, techmadis.com ആയ അഭിലാഷിയാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണേ. വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് ജിമ്മിലേക്ക് പോകാനായിട്ടുള്ളത്. അങ്ങനെ ജിമ്മിലോട്ട് എത്തിയിട്ട് നമ്മുടെ ഷൂ ഒക്കെ എടുത്തിട്ട് നേരെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ എന്റെ വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് കാർഡിയോ ചെയ്യാനായിട്ടാണ്. അങ്ങനെ കാർഡിയോയും കഴിഞ്ഞിട്ട് ഇന്നത്തെ വർക്കൗട്ടും കഴിഞ്ഞിട്ട് ഈ ബോർഡിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇതെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇതിൽ കാണുന്നത് ഞങ്ങളുടെ ആശാൻ തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരൻ തന്നെയാണ് ആ പിക്ചറിലുള്ളതും. അങ്ങനെ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഷൂസ് ഒക്കെ വെച്ച് വീട്ടിലേക്ക് പോവാണേ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ അമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അമ്മ കഴിക്കുന്ന കൂട്ടാനെ കണ്ടോ എന്തൊക്കെയാന്നുള്ളത്. പക്ഷെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കഴിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: പുട്ട്, പഴം, പപ്പടം. ഈ 3 കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. പൃഥ്വിരാജ് പറയും പോലെ ഇവര് 3 നമ്മുടെ ഹീറോസ്. കഴിക്കുന്നതിന്റെ പങ്ക് കിട്ടാനായിട്ട് ഒരാൾ കാൽക്കഴിയാൻ വന്നിരിപ്പുണ്ട്. വേറെ ആരുമല്ല, കുഞ്ചിയമ്മയാണ്. ഈ തലയിട്ടൊരിക്കുന്നതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.